ഏട്ടാ, എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അന്ന് പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞപ്പോൾ മനസ്സിൽ സന്തോഷമല്ലായിരുന്നു. ഈ 36 വയസ്സിനുള്ളിൽ എത്രയോ ആളുകൾ വന്നും കണ്ടും പോയി. ഒരു കല്യാണ യോഗം മാത്രം എന്തോ അവളിൽ നിന്ന് അകന്നു നിന്നു. ഇനി ഒരാൾക്ക് മുന്നിൽ കൂടെ കാഴ്ചക്ക് നിൽക്കാനുള്ള മടി. നാളെ അവരെന്തെങ്കിലും കള്ളം പറഞ്ഞൊഴിയുമ്പോൾ അത് ഏട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഏട്ടൻ്റെ മുഖത്തെ ഭാവം. വയ്യ, അങ്ങനെയൊന്ന് കേൾക്കാനോ കാണാനോ വയ്യാത്ത കൊണ്ട് തന്നെ വിവാഹം എന്ന മോഹം എന്തോ മനസ്സിൽ നിന്ന് ഉള്ളിയെറിഞ്ഞതാണ്. പക്ഷേ ഇന്നിതാ വീണ്ടും. ഏടത്തിയമ്മ പുഞ്ചിരിയോട് ഒരുക്കാൻ വന്നപ്പോൾ അതേ പുഞ്ചിരിയോടെ നിരസിച്ചു. കുറെ കെട്ടിയൊരുങ്ങി നിന്നല്ലേ ചേച്ചി, എന്തിനാ വെറുതെ, ഇങ്ങനെയൊക്കെ നിന്നാ മതി. അവരെത്താറായിട്ടോ എന്നും പറഞ്ഞു വന്ന ഏട്ടൻ അപ്പോഴായിരുന്നു ആ കാര്യം പറഞ്ഞത്. മോളെ, വരുന്നാളുടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാ. ഏട്ടൻ്റെ വാക്കുകൾ ഞെട്ടലോടെയായിരുന്നു മീനു കേട്ടത്. അങ്ങനെ രണ്ടാം കെട്ടുകാരനിലേക്ക് എത്തിയിരിക്കുന്ന തിരച്ചിൽ. മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഏട്ടൻ നിർബന്ധിക്കില്ല. പക്ഷേ മോളിങ്ങനെ നിൽക്കുമ്പോൾ ഏട്ടൻ്റെ മനസ്സ്. അയാൾ വാക്കുകൾ പാതിയിൽ നിർത്തുമ്പോൾ അവിടെ നാവിൽ നിന്ന് ആദ്യം വന്നത് ഏട്ടാ, എനിക്ക് കല്യാണം വേണ്ട എന്നായിരുന്നു. വേണ്ടെങ്കിൽ വേണ്ട, നല്ലവരോട് വരാൻ മനസ്സിലേക്ക് വന്നു പോട്ടെ, അതിന് മാത്രം മോൾ എതിര് പറയരുത്. അവർക്ക് ചായയുമായിട്ട് ഉമ്മർത്തെത്തുമ്പോൾ എല്ലാവരും സംസാരത്തിലായിരുന്നു. ഇനി രണ്ടുപേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിലൊരാൾ പറയുമ്പോൾ ഉണ്ടെന്ന ഭാവമായിരുന്നു പെണ്ണ് കാണാമെന്നവൻ്റെ മുഖത്ത്. പുറത്തേക്കിറങ്ങി അയാൾ അനുഗമിക്കുമ്പോൾ മീനുവിൻ്റെ മനസ്സ് വല്ലാത്ത പിരിമുറുക്കത്തിലായിരുന്നു. ആളോട് എന്തു പറയുമെന്ന ചിന്ത. ഹായ്, ഞാൻ ശരത്. അയാൾ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ അവൾ മറുപടി ഒരു മോളിൽ ഒതുക്കി. കൂടുതൽ വളച്ചിട്ടാ സംസാരിക്കാൻ എനിക്കിഷ്ടം. ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാകുന്ന കരുതുന്നു. ഒരിക്കലൊരു വിവാഹം കഴിഞ്ഞ ആളാണ് ഞാൻ. ഇനി ഒരിക്കൽ കൂടി ഒരു വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചിരുന്ന ആളും. അയാളത് പറയുമ്പോൾ ആ നിമിഷം വരെ അയാളിൽ ഒട്ടും താല്പര്യം തോന്നാതിരുന്ന അവളിൽ അയാൾ അറിയാനൊരു താല്പര്യം തോന്നി തുടങ്ങി. ആ ഒരു ആകാംക്ഷ അവളുടെ മുഖത്ത് കണ്ടുകൊണ്ടാവണം ശരത്ത് അവൾ നോക്കി പുഞ്ചിരിച്ചതും. ഇപ്പോൾ ആലോചിക്കുന്നു, പിന്നെന്താണ് തീരുമാനം മാറ്റിയെന്നല്ലേ? അത് അവള് കാരണം. സാറ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു, ഒരുമിച്ച് ജീവിതം സ്വപ്നം കണ്ടവർ. 2 മതത്തിൽപ്പെട്ട ഞങ്ങളുടെ ഇഷ്ടം പലർക്കും എതിർപ്പായിരുന്നു, ഒരാൾക്കൊഴിച്ച്. സാറയുടെ അമ്മയ്ക്ക് അവർക്ക് മാത്രം എന്നെ ഇഷ്ടമായിരുന്നു. ഞാനും സാറെ ഒന്നിച്ച് കാണാൻ ആഗ്രഹിച്ചും അവർ മാത്രമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ വിധി മറ്റൊന്നായിരുന്നു. ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ അവളെ പാതി ജീവനിൽ കാണേണ്ടി വന്ന എനിക്ക് ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നിയ നിമിഷം, ദൈവത്തോട് പോലും. അന്ന് അവൾ എന്നെ നിർബന്ധിച്ച മറ്റൊരു കല്യാണത്തിനായിരുന്നു. ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് അവൾ വാശി പിടിച്ചു. പക്ഷേ അവളുടെ വാശിക്ക് മുകളിൽ എൻ്റെ വാശി ജയിച്ചു. ഞാൻ അവളെൻ്റെ കൂടെ കൂട്ടി. മതത്തിൻ്റെ എതിർപ്പുകൾ അവഗണിച്ച് കൂടെ കൂട്ടുമ്പോൾ അവൾക്കൊപ്പം അവളുടെ അമ്മയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജീവിതം അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വലിയ ആയുസ് നൽകാതെ ദൈവം അവളെ തിരിച്ചു വിളിച്ചു. പോകുമ്പോൾ അവൾ പറഞ്ഞത് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് മാത്രമായിരുന്നു. അയാളുടെ വാക്കുകൾ മീനുവിൻ്റെ കണ്ണുകളെ നനയിക്കുന്നുണ്ടായിരുന്നെങ്കിലും അയാൾ കാണാതിരിക്കാൻ ശ്രമിച്ചു. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവിടെ അവസാനത്തെ ആഗ്രഹം മാത്രം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അവിടെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാനും. പിന്നെ എന്തിനാ നിങ്ങൾ പിന്നെയും പെണ്ണാണമെന്ന്? അവിടെ ഉദ്യോഗം നിറഞ്ഞ ചോദ്യം കേട്ട് അയാൾ ദീർഘമായി നിശ്വസിച്ചു. അവിടെ ഇരിക്കുന്ന അമ്മയെ കണ്ടോ? അവിടെ അമ്മയാ എൻ്റെ. അവള് പോയിട്ട് എൻ്റെ കൂടെ എൻ്റെ അമ്മയെപ്പോലെ സ്നേഹത്തോടെ നിൽക്കുന്നയാൾ. സ്വന്തം മകളുടെ നഷ്ടം എൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായി മാറരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾ. ഇനിയുള്ള കാലം ഒറ്റയ്ക്ക് ജീവിച്ചേർക്കാൻ ആഗ്രഹിച്ച എന്നെ ജീവിതത്തിൽ മറ്റൊരു കൂട്ട് വേണമെന്ന് നിർബന്ധിക്കുന്ന ആൾ. മോനെ, അവൾ പോയി. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മോളില്ലാതാവുന്ന വേദന എത്രത്തോളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ നഷ്ടം അത്രത്തോളം നിന്നെയും വേദനിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ അവളോട് നിനക്ക് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇപ്പോൾ ചെയ്യുന്ന അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. അവൾ ആഗ്രഹിച്ച പോലെ നീ ജീവിക്കുമ്പോഴാണ് ദൂരെ ഇരുന്ന് അവൾ സന്തോഷിക്കുക. അല്ലെങ്കിൽ അവൾ കാരണം നഷ്ടപ്പെട്ടു പോകുന്ന നിന്റെ ജീവിതത്തെ ഓർത്ത് അവൾ ദുഃഖിക്കുകയേ ഉള്ളൂ. വീണ അന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു വേദനയായിട്ട് മാറരുതെന്ന് ആഗ്രഹിച്ചവളാ എൻ്റെ മോള്. പക്ഷേ എന്തോ അമ്മയുടെ വാക്കുകൾ എവിടേക്കാണ് ഞാൻ. അവളുടെ അവസാനത്തെ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാതെ സ്നേഹത്തെ വാഴ്ത്തുന്ന പോലെ. അവനത് പറഞ്ഞിരുത്തുമ്പോൾ അവൾക്ക് ഒറ്റ ചോദ്യം മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇനിയൊരു വിവാഹത്തിന് മുതിരുന്നത്?